രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലേക്ക് കടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പഞ്ചാബിൽ ഗുഡ്സ് ട്രെയിനിൽ സ്ഫോടനം. ഇതൊരു ട്രെയിലർ മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ച നിരോധിത സംഘടനയായിട്ടുള്ള ഖലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതോടെ സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രതയിലാണ്. പഞ്ചാബിലെ ഫത്തേഗഡ് സാഹിബ് ജില്ലയിൽ സിർഹിന്ദിന് സമീപം വെള്ളിയാഴ്ച രാത്രി 9:50 സംഭവം നടന്നത്. ഗുഡ്സ് ട്രെയിൻ കടന്നു പോകുന്നതിനിടെ ട്രാക്കിൽ സ്ഫോടനം ഉണ്ടാവുകയായിരുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ട്രെയിൻ എഞ്ചിന്റെ ഗ്ലാസുകൾ തകരുകയും റെയിൽ പാളത്തിൽ വിള്ളലുകൾ രൂപപ്പെടുകയും ചെയ്തു. അപകടത്തിൽ ലോക്കോ പൈലറ്റായ അനിൽ ശർമ്മയ്ക്ക് പരിക്കേറ്റെങ്കിലും അദ്ദേഹം അപകടനില തരണം ചെയ്തതായി അധികൃതർ അറിയിച്ചു. സംഭവത്തിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ ഭീഷണി സന്ദേശം പ്രത്യക്ഷപ്പെട്ടത്. പാസഞ്ചർ ട്രെയിനുകളെ ലക്ഷ്യമിടാമായിരുന്നുവെന്നും എന്നാൽ ആളപായം ഒഴിവാക്കുകയായിരുന്നുവെന്നുമാണ് ഖലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ് അവകാശപ്പെടുന്നത്. ഇതൊരു തുടക്കം മാത്രമാണെന്നും ഖലിസ്ഥാൻ വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും സന്ദേശത്തിൽ പറയുന്നു. സ്ഫോടനത്തെ തുടർന്ന് തകരാറിലായ റെയിൽ ഗതാഗതം ട്രാക്ക് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും എത്തി തെളിവുകൾ ശേഖരിച്ചു. ഇതൊരു ഭീകരാക്രമണമാണോ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. എന്നാൽ സംഭവത്തെ ഗൗരവമായി കണ്ട് ശാസ്ത്രീയമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് DIG നാനക് സിംഗ് വ്യക്തമാക്കി. റെയിൽവേ ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജനുവരി 26 റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ രാജ്യം ഒരുങ്ങുന്ന ഈ പശ്ചാത്തലത്തിൽ പഞ്ചാബിലുടനീളം സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നടന്ന സ്ഫോടനം സുരക്ഷാ ഉദ്യോഗസ്ഥരെ അത്യന്തം ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഭീതി പരത്താനും ക്രമസമാധാനം തകർക്കാനുമുള്ള ആസൂത്രിത നീക്കമാണിതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇന്റർ ഏജൻസി ഏകോപനത്തോടെ കുറ്റവാളികളെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ ഉറപ്പു നൽകുന്നു. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായിട്ടുള്ള ഏത് അട്ടിമറി ശ്രമങ്ങളെയും നേരിടാൻ സേന സജ്ജമാണ്. അന്വേഷണം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.